ഹലോ ഗായ്സ്, അപ്പോൾ ജേനി ജംഗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് നോക്കാം. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. പുട്ടും മുട്ടക്കറിയും. അപ്പോൾ മുട്ടക്കറിയൊക്കെ കഴിച്ചതിന് ശേഷം പുറത്തോട്ടൊന്ന് ഇറങ്ങിയതാണ് കേട്ടോ. ഇതെൻ്റെ പഴയ എൻ്റെ പുതിയൊരു ഗാർഡൻ്റെ റീസെറ്റിംഗ് ആണ് കേട്ടോ. പഴയ എൻ്റെ ഗാർഡനിലുള്ള അല്ലറ ചില്ലറ പ്ലാന്റ്സുകളൊക്കെ എനിക്ക് നഷ്ടപ്പെട്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിൽ നിന്ന് എനിക്ക് റിക്കവറായി കിട്ടിയ പ്ലാന്റ്സുകളാണ് കേട്ടോ ഇതെല്ലാം. ഇത് ഒരു അഗ്ലോണിമ വെറൈറ്റീസിൽ പെട്ട ഒരു പ്ലാന്റാണ് കേട്ടോ. ഇതൊരു അഗ്ലോണിമയാണ്. നേരത്തെ കാണിച്ചത് ഒരു അഗ്ലോണിമയാണ്. ഇത് ലിപ്സ്റ്റിക് വെറൈറ്റിയാണ്. പിന്നെ ഇതൊരു ബിഗോണിയാണ് കേട്ടോ. ഇത് നമ്മുടെ മദർ പ്ലാന്റ് ആണ്. ഇതിൽ നിന്ന് 2 പീസ് ഞാൻ രണ്ട് പോട്ടിലായിട്ട് മാറ്റി നട്ടിട്ടുണ്ട്. ഇത് ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ് കേട്ടോ. ഇതിൽ 2 വെറൈറ്റീസ് ഉണ്ട്, പർപ്പിളും ഗ്രീനും. ഗ്രീൻ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി, ഇപ്പം പർപ്പിൾ മാത്രമേ ഉള്ളൂ. ഇതൊരെണ്ണം ബിഗോണിയാണ് കേട്ടോ. വെൽവെറ്റ് പോലെ ഇരിക്കും, നല്ല ഭംഗിയാണ്. ഈ ലീഫൊക്കെ കാണാനായിട്ട് നല്ല രസമാണ് കേട്ടോ. ഇത് ഏഞ്ചൽ വിങ്സ് ബിഗോണിയാണ് ഇനത്തിൽ പെട്ടത് തന്നെയാണ്. ഇതൊരു കലാത്തിയ വെറൈറ്റിയാണ് കേട്ടോ. കലാത്തിയാണോ അഗ്ലോണിമയാണോ എന്നറിയില്ല. ഇത് നമ്മുടെ എപ്പീഷ്യയാണ് കേട്ടോ. ഞാനത് ഹാങ് ചെയ്തിട്ടിരിക്കുകയാണ്. എപ്പീഷ്യയുടെ 2-3 വെറൈറ്റീസ് ഉണ്ട്. ഇതൊരു കലേഡിയം പ്ലാന്റ് ആണ് കേട്ടോ. കലേഡിയത്തിൻ്റെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ടായിരുന്നു, ഇപ്പം 3 വെറൈറ്റീസേ ഉള്ളൂ. ഇതൊരു വെറൈറ്റീസാണ് കേട്ടോ. അങ്ങനെ 3 വെറൈറ്റീസേ ഉള്ളൂ. ഇത് നമ്മുടെ തൗസൻഡ്സ് ഓഫ് മദേഴ്സ് തങ്കാണ് കേട്ടോ. ഈ ഇനത്തിൽ പെട്ട വേറൊരു പുള്ളിപ്പുലി പോലത്തെ ഒരിതുണ്ട്. ഇത് ബോർഡർ ഗ്രാസ് ആണ്. ഇത് കുറച്ച് പോത്തോസിൻ്റെ കളക്ഷൻസാണ്. പോത്തോസിന് ഒത്തിരി കളക്ഷൻസ് ഉണ്ടായിരുന്നേ. മഞ്ജുള പോത്തോസ്, മാർബിൾ പോത്തോസ്, നിയോൺ പോത്തോസ്, ഗോൾഡൻ പോത്തോസ്, അങ്ങനെ ഒരു നീണ്ട നിര തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം മിച്ചം കിട്ടിയതാണ്, എല്ലാം നശിച്ചു പോയി. ഇപ്പോഴും മിച്ചം കിട്ടിയത് കുറച്ചൊക്കെയാണ് കേട്ടോ. മാർബിൾ പോത്തോസും അങ്ങനെ നിയോൺ പോത്തോസൊക്കെ കിട്ടിയിട്ടുണ്ട്. അതൊരു പെഡലാൻഡസ് ആണ് നേരത്തെ കാണിച്ചത്. ഇത് കുറച്ച് എപ്പീഷ്യ വെറൈറ്റീസാണ്. അത് കുറച്ച് കിട്ടിയിട്ടുണ്ട്. ഒരു അലോക്കേഷ്യ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു എലിഫൻ്റ് ഇയറാണ് അത്. ഇത് വാൻഡ്രിങ് ജൂ. ഇത് ഒരു ഗോൾഡൻ ഫിലാഡെൻഡ്രോൺ ആണ് കേട്ടോ. ഇത് ഒരു അടിപൊളി പ്ലാന്റ് ആണ്. ഇതൊരു സിങ്കോണിയം വെറൈറ്റിയാണ്. ഈ സിങ്കോണിയം വെറൈറ്റി ആയാലും ഫിലാഡെൻഡ്രോൺ ആയാലും ഒരു ബക്കറ്റാണ് കേട്ടോ അവിടെ ഇട്ടിരിക്കുന്നത്. അതിനെ എടുത്ത് മാറ്റിയതാണ് ഞാൻ. അപ്പോൾ ഇവിടെ അത് നമ്മുടെ ഔട്ട്ഡോറായിട്ടും ഇൻഡോറായിട്ടും ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയതാണ്. അപ്പോൾ ഇതിൽ കുറച്ച് ചൈനീസ് ബാൾസമാണ്. ചൈനീസ് ബാൾസത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 30ഓളം വെറൈറ്റീസ് ഉള്ളതാണ് എനിക്ക്. ഏറെക്കുറെ ഒരു 5-6 വെറൈറ്റീസ് മാത്രമേ ഉള്ളൂ. ഇതൊരു കലാത്തിയ വെറൈറ്റീസാണ് കേട്ടോ. അങ്ങനെയൊക്കെ ആണ് എൻ്റെ കാര്യങ്ങൾ. അപ്പോഴത്തേക്ക് ഈ ചെടിപ്രാന്ത് കാരണം എവിടെ കണ്ടാലും ചെടികൾ വാങ്ങി കൂട്ടുകയാണ് കേട്ടോ എൻ്റെ ജോലി. അങ്ങനെ എവിടെ കണ്ടാലും ഞാൻ ചോദിച്ച് വാങ്ങും, ക്യാഷ് കൊടുത്ത് മേടിക്കുകയും ചെയ്യും കേട്ടോ. അങ്ങനെ വീട് മൊത്തം ചെടിയായിരുന്നു. ഇൻഡോർ പ്ലാന്റ്സും ഔട്ട്ഡോർ പ്ലാന്റ്സും റോസ് വെറൈറ്റീസും പിന്നെ അങ്ങനെ ഒത്തിരി 10 മണി, ചൈനീസ് പൾസ്, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉള്ളതായിരുന്നേ. എല്ലാം ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ സമയത്ത് ഇവിടെ നോക്കാനൊന്നും ആരുമില്ലാതെ എല്ലാം നശിച്ചു പോയതാണ് കേട്ടോ. അങ്ങനെ ഒത്തിരി പ്ലാന്റ്സുകൾ എൻ്റെ കയ്യിൽ നിന്ന് കൈമോശം വന്നു പോയി. പിന്നെ എൻ്റെ കയ്യിൽ ഞാൻ കുറച്ച് ആളുകൾക്കൊക്കെ കുറച്ച് പ്ലാന്റ്സൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴവർ നട്ട് പരിപാലിച്ച് അവിടെ നിന്നൊക്കെ ഇനി കുറച്ച് പ്ലാന്റ്സൊക്കെ വാങ്ങി നടണം. ഇനി എങ്ങനെയെങ്കിലുമൊക്കെ കുറച്ചൊക്കെ അറേഞ്ച്മെൻറ്റ് ചെയ്യണം. എനിക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ. എൻ്റെ പ്ലാന്റ്സൊക്കെ ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയാലേ. എനിക്ക് ഏറ്റവും വിഷമമായത് എൻ്റെ ഒരു നല്ലൊരു നാടൻ റോസ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് അതൊരു വെറൈറ്റി റോസാണ്. ഞാനത് കളക്ട് ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടി കളക്ട് ചെയ്ത ഒരു പ്ലാന്റ് ആയിരുന്നേ അത് ഞാൻ ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ച് ലാസ്റ്റ് എനിക്ക് കിട്ടിയ ഒരു പ്ലാന്റ് ആയിരുന്നേ. അതൊരു നാടൻ മഞ്ഞ റോസയാണ്. പക്ഷേ അതെനിക്ക് നഷ്ടപ്പെട്ടെ. ഇപ്പോഴതിന് പകരം എനിക്ക് 7 ഡേയ്സ് റോസിൽ ഒരു പീസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെയല്ല. എനിക്ക് ആ മഞ്ഞ റോസ് വലിയ ഇഷ്ടമായിരുന്നു കേട്ടോ. എന്ത് പറയാൻ, ഇനി അത് പോയി. ഇനി എന്തായാലും അത് പെട്ടെന്നൊന്നും ഒരിടത്തും കിട്ടാറില്ല. ആ ഒരു പ്ലാന്റ് അത്രയും ബുദ്ധിമുട്ടാണ് ആ പ്ലാന്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ കളക്ട് ചെയ്തത് എൻ്റെ കളക്ഷൻസിലെ ഏറ്റവും സുന്ദരിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആയിരുന്നു കേട്ടോ. അതങ്ങനെ എനിക്ക് നഷ്ടപ്പെട്ടു പോയേ. അപ്പോൾ ഇന്ന് എൻ്റെ നന്ദുട്ടിയുടെ സ്കൂളിലെ ഒരു PTA മീറ്റിംഗ് ഉണ്ട്. 1:30-ക്കാണ് മീറ്റിംഗ് പറഞ്ഞേക്കണത്. നമുക്ക് 1:30-ക്ക് തന്നെ അവിടെ എത്തണം. ഞാൻ എൻ്റെ വണ്ടി സർവീസിന് കൊടുത്തിരിക്കുന്നത് കൊണ്ട് ഞാൻ ഓട്ടോയിലാണ് കേട്ടോ ഇന്ന് പോണത്. അപ്പോൾ ഓട്ടോച്ചേട്ടൻ്റെ കൂടെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് 1:30-ക്ക് മീറ്റിംഗ് ഉണ്ട്, എനിക്ക് പോകണമെന്ന്.
അങ്ങനെ ഇവളാണെങ്കിൽ വലിയ കുറുമ്പിയാണ് കേട്ടോ. കുറുമ്പെന്ന് പറഞ്ഞാൽ ഒന്നൊന്നര കുറുമ്പൊന്നും അല്ല, വല്ലാത്ത കുറുമ്പാണ്. കുറുമ്പും ചട്ടമ്പിയാണ് കേട്ടോ ആള്. ഞാൻ സ്നേഹം പ്രകടിപ്പിക്കാൻ പോയപ്പോൾ എൻ്റെ മടിയിൽ വന്ന് സ്നേഹത്തെ പാവത്താനെ പോലെ സ്നേഹം പ്രകടിപ്പിച്ചിട്ട് ബാക്കിൽ വന്ന് വില്ലനാവുകയാണ് കേട്ടോ. ഒരു സൈഡ് നോക്കുമ്പോൾ അമ്പിയും ഒരു സൈഡ് നോക്കുമ്പോൾ അന്യനും ആയിട്ട് മാറി മാറി കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവൾ. എപ്പോഴാണ് അവൾ അന്യനാവണമെന്നൊന്നും പറയാൻ പറ്റൂല. ഞാൻ അമ്പി എന്നും പറഞ്ഞ് അടുത്ത് പോകുമ്പോഴായിരിക്കും അവൾ അന്യനാവണത്. അതൊക്കെ ഇനിയിപ്പം മൂക്ക് കയറിടണം. മൂക്കി കയറിടുമ്പോഴത്തേക്കും ഈ അന്യൻ റോളൊക്കെ മാറും. അങ്ങനെ അവളെ കൊഞ്ചിച്ചുകൊണ്ട് നിന്നതിന് ശേഷം ഇനി എനിക്കിന്ന് ഉച്ചയ്ക്കത്തേക്ക് ലഞ്ച് എന്താണെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ. അപ്പം ഞാൻ കുറച്ച് ദിവസം കൊണ്ട് ആലോചിക്കുകയാണേ, ഒരു കഞ്ഞി കുടിക്കാനായിട്ട്. എനിക്ക് കഞ്ഞി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ ഇന്ന് കരുതി ഇനി എന്തായാലും കൂട്ടാനും കറികളൊക്കെ ഇനി വയ്ക്കണ്ടേ, അതുകൊണ്ട് നമുക്കിന്ന് കഞ്ഞിയിൽ ഒതുക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോഴത്തേക്ക് എനിക്ക് നോക്കിയപ്പോഴത്തേക്ക് എനിക്കൊരു മാങ്ങയൊക്കെ കിട്ടിയേ. അപ്പോഴും മാങ്ങ വെച്ച് ഒരു ചമ്മന്തിയും കഞ്ഞിയും ആയിട്ട് ഉച്ചയ്ക്ക് ഒരു തട്ടാമെന്ന് കരുതിയാണ് കേട്ടോ ഞാൻ ഈ പച്ചമുളകൊക്കെ പറക്കി എടുക്കുന്നത്. കാരണം എനിക്ക് ഈ കഞ്ഞിയുടെ കൂട്ടത്തിൽ ഇങ്ങനെ പച്ചമുളകൊക്കെ ഇട്ട് മാങ്ങയൊക്കെ ഇട്ട് ചമ്മന്തി അരച്ച് അതിൽ കൂടെ കഴിക്കുന്നതും അച്ചാർ വെച്ചൊക്കെ കഴിക്കണത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. എനിക്ക് ചോറിനേക്കാളും കൂടുതൽ കഞ്ഞിയാണ് കേട്ടോ എനിക്കിഷ്ടം. കാരണം കഞ്ഞിയാകുമ്പോഴത്തേക്കും കുറച്ച് എന്തെന്ന് പറയാൻ, കുറച്ച് വയറിലെങ്കിലും കുറച്ച് ആശ്വാസം ഉണ്ടാവുമല്ലോ എന്ന് കരുതി കേട്ടോ. കുറച്ച് തുണികളാണ് കേട്ടോ അവിടെ ഇരിക്കുന്നത്, അതിന് മടക്കി പറക്കിയൊക്കെ വയ്ക്കണം. പിന്നെ എൻ്റെ ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇഞ്ചി, പച്ചമുളക്, ജീരകം, ഉള്ളി, പിന്നെ കുറച്ച് മാങ്ങയുടെ കഷ്ണങ്ങളൊക്കെയാണ് കേട്ടോ അരഞ്ഞ് പറഞ്ഞ് വാരി വെട്ടി പറക്കിയൊക്കെ അരച്ച് പറക്കിയൊക്കെ എടുക്കുകയാണ് ഗൈസ്. അപ്പോഴത്തേക്കും നിങ്ങൾ മാങ്ങ ഇടുകയാണെങ്കിൽ പുളി ചേർക്കരുതേ. പുളി നല്ല പുളിപ്പായിരിക്കും കേട്ടോ. ഇത് നല്ല പുളിച്ചി മാങ്ങയാണ്, അപ്പോൾ നല്ലോണം പുളി ഉണ്ടായിരിക്കും. പിന്നെ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡിയായി കേട്ടോ. അപ്പോഴത്തേക്കും ഞാൻ കുറച്ച് കഞ്ഞിയും ചമ്മന്തിയായിട്ട് കുടിക്കാമെന്ന് കരുതി എടുത്തു വെച്ചേക്കണതാണ്. ഇനി 1:30 മീറ്റിംഗ് ഉണ്ട്. അപ്പോഴും ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ലഹരി വിരുദ്ധ എന്നും പറഞ്ഞിട്ടൊരു ക്യാപ്ഷനൊക്കെയാണ് കേട്ടോ. നമ്മുടെ ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സാണ്. കുട്ടികൾക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുള്ള ക്ലാസ്സാണ് കേട്ടോ. നല്ല ഹെൽപ്പായിട്ടുള്ള ക്ലാസ്സാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കുറേ ലഹരി മാഫിയകളുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ വഴിതെറ്റി അതിലോട്ട് മാറാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ സ്കൂൾ തലത്തിൽ ഇത്തരം പരിപാടികൾ ഏറെക്കുറെ അത്യാവശ്യമുള്ള കാലഘട്ടമാണിന്ന്. അങ്ങനെ നമ്മുടെ ഓട്ടയൊക്കെ വന്ന് നമ്മുടെ പേരൻസ് എല്ലാം തന്നെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അവർക്കൊക്കെ ഈ പ്രോഗ്രാമാണെങ്കിൽ ഒത്തിരി ഉപയോഗം ഉള്ള പ്രോഗ്രാമായിരുന്നേ. സാറൊക്കെ വന്ന് ക്ലാസ് എടുത്തു. നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ നമുക്കറിയാൻ സാധിച്ചത്. സമൂഹം ഏത് വാക്കിലാണ് എങ്ങനെയാണ് പോണതെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലാണ് നമ്മുടെ സമൂഹം മുന്നോട്ട് പോകുന്നത്. അപ്പം നമ്മുടെ മക്കളെയൊക്കെ എല്ലാവരും സേഫായിട്ട് നോക്കുക. നമ്മുടെ മക്കളെ നമ്മൾ തന്നെയാണ് നോക്കേണ്ടത്. നമ്മുടെ കണ്ണത്തും തുരത്തി തന്നെ നമ്മളെ എല്ലാവരെയും നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സി യു.